ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. മൈക്രോചിപ്പ്, നോക്കിയ, പേപാൽ എന്നീ മുൻനിര ടെക് കമ്പനികൾ തമിഴ്നാട്ടിൽ വൻതോതിൽ നിക്ഷേപം നടത്തും. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെ അമേരിക്കൻ സന്ദർശനത്തെ തുടർന്നാണ് വൻകിട കമ്പനികൾ തമിഴ്നാട്ടിലേക്ക് എത്തുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ അമേരിക്കയിൽ 17 ദിവസത്തെ ബിസിനസ് യാത്രയിലാണ്. ആഗോള ടെക് ഭീമന്മാരുമായി നിക്ഷേപം നേടാനും പങ്കാളിത്തം ഉണ്ടാക്കാനുമാണ് സന്ദർശനം ലക്ഷ്യമിടുന്നത്. ഗൂഗിളിന്റെ സുന്ദർ പിച്ചെ ഉൾപ്പെടെയുള്ളവരുമായി സ്റ്റാലിൻ കൂടിക്കാഴ്ച നടത്തിയേക്കും. ഈ സന്ദർശനത്തിൽ നിരവധി ഫോർച്യൂൺ കമ്പനികളുടെ മേധാവികൾ, ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി സ്റ്റാലിൻ കൂടിക്കാഴ്ച നടത്തുമെന്നാണ് സൂചന. സന്ദർശനത്തിന്റെ ആദ്യ ദിവസം തന്നെ പ്രമുഖ കമ്പനികളുമായി ഒന്നിലധികം ധാരണാപത്രങ്ങൾ സ്റ്റാലിൻ ഒപ്പുവച്ചതായാണ് റിപ്പോർട്ട്. കൂടാതെ സാൻ ഫ്രാൻസിസ്കോയിൽ നടന്ന നിക്ഷേപക സംഗമത്തിൽ തമിഴ്നാട് സർക്കാരും വിവിധ കമ്പനികളും തമ്മിൽ നിരവധി സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചു. ഈ കരാറുകൾ സംസ്ഥാനത്ത് നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും വർദ്ധിപ്പിക്കുമെന്നാണ് വിലയിരുത്തൽ. നോക്കിയ നെക്സ്റ്റ് ജെൻ നെറ്റ്വർക്ക് സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന R&D സെന്റർ ചെങ്കൽപ്പെട്ടിലെ സിരുശ്ശേരി സിപ്കോട്ടിൽ സ്ഥാപിക്കും. 450 കോടിയുടെ പദ്ധതി 100-ലേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് റിപ്പോർട്ട്. കൂടാതെ പേപാൽ AI ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സെന്റർ ചെന്നൈയിൽ സ്ഥാപിക്കും. ഇതിലൂടെ 1000 തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. യീൽഡ് എഞ്ചിനീയറിംഗ് സിസ്റ്റംസ് കോയമ്പത്തൂരിലെ സുലൂരിൽ ഫാക്ടറി സ്ഥാപിക്കും. 150 കോടി രൂപയുടെ നിക്ഷേപം ഉൾപ്പെടുന്ന ഈ പദ്ധതിയിൽ 300 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. മൈക്രോചിപ്പ് 250 കോടി രൂപ മുതൽ മുടക്കിൽ ചെന്നൈയിലെ സെമ്മഞ്ചേരിയിൽ R&D സെന്റർ സ്ഥാപിക്കും. ഇതിലൂടെ 1500 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. വോയിസ് കമാൻഡുകൾ ഉപയോഗിച്ച് ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനും പേയ്മെന്റുകൾ നടത്താനും കഴിയുന്ന ഫീച്ചറുകളുമായി UPI. ഇതോടെ ഉപഭോക്താക്കൾക്ക് ഇനി ശബ്ദം ഉപയോഗിച്ചും UPI ഇടപാടുകൾ നടത്താം. കോർക്കോ കവറിന്റെ വോയിസ് പ്രാപ്തമാക്കിയ ജനറേറ്റീവ് AI മോഡൽ ഭാരത് GPTക്കൊപ്പം പേയ്മെന്റ് ഗേറ്റ്വേയുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസുകൾ ഉപയോഗിച്ചാണ് ഫീച്ചർ നിർമ്മിച്ചിരിക്കുന്നത്. നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ, ഹോം ഗ്രൗണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റാർട്ടപ്പ് കോറോവർ എന്നിവ സംയുക്തമായാണ് ആദ്യ സംഭാഷണ വോയിസ് പേയ്മെന്റ് ഫീച്ചർ അവതരിപ്പിച്ചത്. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിലാണ് പുതിയ സംവിധാനം അവതരിപ്പിച്ചത്. ഹിന്ദിയിലും ഗുജറാത്തിയിലും മറ്റു ഭാഷകളിലും വോയിസ് ഇൻപുട്ടുകളെ പിന്തുണയ്ക്കുന്നുമുണ്ട്. മലയാളത്തിൽ ലഭ്യമായിട്ടില്ല. സാങ്കേതികവിദ്യ ഭാഷാ തടസ്സങ്ങൾ നീക്കുകയും ഇടപാടുകൾ വേഗത്തിലാക്കുകയും കൂടുതൽ ആക്സസ് ചെയ്യാവുന്നതാക്കുകയുമാണ് ഇതിലൂടെയെന്നാണ് കമ്പനികൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയായ OpenAI $100 ബില്യൺ മൂല്യമുള്ള ഫണ്ടിംഗ് റൗണ്ടിന് തയ്യാറെടുക്കുന്നതായി സൂചന. ഈ നിക്ഷേപ ഫണ്ടിംഗ് റൗണ്ടിൽ ആപ്പിളും NVIDIAയും പങ്കെടുത്തേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ആപ്പിളും NVIDIAയും OpenAIയിൽ നിക്ഷേപം നടത്താൻ ശ്രമിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. ഇതിൽ ഏറ്റവും വലിയ നിക്ഷേപകരിൽ ഒരാൾ മൈക്രോസോഫ്റ്റ് ആണ്. ആപ്പിൾ ഇന്റലിജൻസ് AI ഫീച്ചറുകളെ ശക്തിപ്പെടുത്താൻ OpenAIയുടെ ChatGPT ഫീച്ചറുകൾ സഹായിക്കും. ആപ്പിളിന്റെ ശ്രമങ്ങൾക്കു പിന്നിലെ ലക്ഷ്യവും ഇതുതന്നെയാണ്. NVIDIAയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ നിക്ഷേപ സാധ്യതയിൽ ആശ്ചര്യമില്ല. കാരണം OpenAIയുടെ അടിസ്ഥാന മോഡലുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ചിപ്പുകളുടെ പ്രധാന വിതരണക്കാരാണ് NVIDIA. അതേസമയം OpenAIയുടെ ഫണ്ടിങ്ങിന്റെ അടുത്ത റൗണ്ട് ത്രൈവ് ക്യാപിറ്റൽ ആണ് നയിക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനായി സർക്കാർ ഒരുക്കിയ ഓൺലൈൻ പോർട്ടൽ K-Shopee പ്രവർത്തന സജ്ജമായി. ആദ്യഘട്ടത്തിൽ 19 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ 350 ഉൽപ്പന്നങ്ങളാകും ഈ പോർട്ടലിലൂടെ ലഭ്യമാകുക. ഡിജിറ്റൽ സാങ്കേതികവിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് പരമ്പരാഗത ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് മൂല്യവും വിൽപ്പനയും പ്രാദേശിക വിപണിക്കപ്പുറത്തേക്ക് എത്തിക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യം. കേരളത്തിലെ പൊതുമേഖലയുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾക്ക് ആഗോളതലത്തിൽ പ്രചാരം ലഭിക്കുന്നതിനും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും അതിലൂടെ അർഹമായ നേട്ടങ്ങൾ അവയ്ക്ക് ലഭിക്കുന്നതിനും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം സഹായകമാകും. വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് മുന്നോട്ട് വച്ച ആശയം വ്യവസായ വകുപ്പ്, ബോർഡ് ഓഫ് പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ എന്നിവയുടെ നേതൃത്വത്തിലാണ് യാഥാർത്ഥ്യമാക്കിയത്.
പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനായുള്ള ഒരു ഏകീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോം സൃഷ്ടിച്ച് ഉൽപ്പന്നങ്ങളെല്ലാം ഒരൊറ്റ സർക്കാർ ബ്രാൻഡ് കീഴിൽ ലഭ്യമാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിൽ 19 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ 350 ഉൽപ്പന്നങ്ങൾ പോർട്ടലിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി സെർട്ടിൻ എംപാനഡ് ഏജൻസി മുഖേന പോർട്ടൽ കർശനമായി ഓഡിറ്റ് ചെയ്തിട്ടുണ്ട്. പോർട്ടലിന്റെ പേയ്മെന്റ് ഗേറ്റ്വേ സേവനം പഞ്ചാബ് നാഷണൽ ബാങ്കാണ് നിർവഹിക്കുന്നത്. ഇന്ത്യ പോസ്റ്റ് ആണ് ലോജിസ്റ്റിക് ആൻഡ് ഡെലിവറി പങ്കാളിയായി പ്രവർത്തിക്കുന്നത്. പോർട്ടലിന്റെ സുഗമമായ പ്രവർത്തനവും വികസനവും മെയിന്റനൻസും കെൽട്രോൺ ഉറപ്പാക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കൂടുതൽ ഫോളോവേഴ്സിനെ നേടാൻ സഹായിക്കുന്നതിനായി ഇൻസ്റ്റഗ്രാം ഓൺലൈൻ പരിശീലനം ആരംഭിക്കുന്നു. ഇൻസ്റ്റഗ്രാമിന്റെ പുതിയ ക്രിയേറ്റർ ലാബ് എന്ന ഫീച്ചറിലൂടെ ക്രിയേറ്റേഴ്സിന് പരിശീലനം നേടാം. ക്രിയേറ്റർ ലാബിൽ ക്രിയേറ്റേഴ്സിന്റെ നിലവിലെ സ്ഥിതിവിവര കണക്കുകൾ നൽകാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. ഈ നൽകുന്ന വിവരങ്ങളിൽ നിന്ന് അക്കൗണ്ടിൽ ഫോളോവേഴ്സിനെ വർദ്ധിപ്പിക്കാനുള്ള ടിപ്പുകളും പരിശീലനവും ഇൻസ്റ്റാഗ്രാം നൽകും. ഇത് കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സൃഷ്ടിക്കാനും ഇൻസ്റ്റാഗ്രാമിന്റെ മൂല്യം ഉയർത്താനും സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. പരിശീലനം നിലവിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമാണെങ്കിലും ലാബിലേക്ക് കൂടുതൽ പ്രാദേശിക ഭാഷ കൊണ്ടുവരാനായി ശ്രമിക്കുന്നതായും ഇൻസ്റ്റാഗ്രാം വ്യക്തമാക്കി. ഉപയോക്താക്കളുടെ പോസ്റ്റുകൾ, റീലുകൾ, സ്റ്റോറികൾ എന്നിവ കൂടുതൽ ആകർഷകമാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പുതിയ ഫീച്ചറുകളും ഇൻസ്റ്റഗ്രാം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ ഒരു പോസ്റ്റിൽ തന്നെ ഉപയോക്താക്കൾക്ക് 20-ലധികം ഫോട്ടോകൾ ഉൾപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ പിക്ചർ പോസ്റ്റുകളിലും റീലിലേക്കും 20-ലധികം സംഗീത ട്രാക്കുകൾ ചേർക്കാൻ കഴിഞ്ഞേക്കുമെന്നും ഇൻസ്റ്റഗ്രാം വ്യക്തമാക്കി. കൂടുതൽ മികച്ച ഫിൽട്ടറുകൾ, എഡിറ്റിംഗ് ഓപ്ഷനുകൾ, ബാക്ക്ഗ്രൗണ്ട് എന്നിങ്ങനെയും ഫീച്ചറുകൾ ക്രിയേറ്റേഴ്സിനെ ലക്ഷ്യമിട്ട് ഇൻസ്റ്റഗ്രാം ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.